മാർവലിൻ്റെ മൾട്ടിവേഴ്സ് ആകെ തുടങ്ങുന്നത് ഫേസ് 4 തൊട്ടാണ്. മൾട്ടിവേഴ്സുമായി ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ലെങ്കിലും യെലേനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്ലാക്ക് വിഡോയിൽ തുടങ്ങുന്ന ആ സാഗ ഫേസ് 6-ൽ സീക്രട്ട് വാർസിലൂടെ അവസാനിക്കും. അതായത് ഇനി പുറത്തിറങ്ങാൻ ബാക്കിയുള്ളത് 3 സിനിമകൾ മാത്രം: സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ, അവഞ്ചേഴ്സ് ഡൂംസ് ഡേ, അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്. ഇതിന് ശേഷം എന്താണ് മാർവലിൻ്റെ ഭാവി പരിപാടി? ഏതൊക്കെ സിനിമകളും സീരീസുകളുമാണ് പ്ലാനിങ്ങിലുള്ളത്? ഇൻഫിനിറ്റി മൾട്ടിവേഴ്സ് സാഗകൾക്ക് ശേഷം MCUവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പുതിയ സാഗ എന്തായിരിക്കും? സീക്രട്ട് വാർസിന് ശേഷം ഏതൊക്കെ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായ ധാരണ മാർവലിനുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ആ ലിസ്റ്റിൽ സ്പൈഡർമാനും ബ്ലാക്ക് പാന്തറും മുതൽ ഒട്ടേറെ പേരുണ്ട്. ഇൻഡസ്ട്രി ഇൻസൈഡറും മാർവൽ ഫാൻസിൻ്റെ ലോങ് ടേം ട്രസ്റ്റഡ് സോഴ്സുമായ അലക്സ് പെരസ് ആണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. ബ്ലാക്ക് പാന്തർ 3യും സ്പൈഡർമാൻ 5ഉമാണ് ആ ലിസ്റ്റിലെ ഏറ്റവും വലിയ ചിത്രങ്ങൾ. മാർവലിന് ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ വിജയങ്ങൾ സമ്മാനിച്ച ചിത്രങ്ങളാണ് സ്പൈഡർമാൻ്റേത്. 2021 നോവേ ഹോം നേടിയത് $1.9 ബില്യൺ ആയിരുന്നു. പുറത്തിറങ്ങാനിരിക്കുന്ന ബ്രാൻഡ് ന്യൂ ഡേക്കും വലിയ പ്രതീക്ഷയാണ് മാർവൽ ഫാൻസിനിടയിലുള്ളത്. അതിനാൽ തന്നെ സീക്രട്ട് വാർസിന് ശേഷവും സ്പൈഡർമാൻ ഉണ്ടാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പ്രിൻസ് ടിച്ചാലയുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തുള്ള കഥയാകും ബ്ലാക്ക് പാന്തർ 3. ബ്ലാക്ക് പാന്തർ ലെഗസിയെ ബേസ് ചെയ്ത് ടിച്ചാല ത്രോൺ പിടിച്ചെടുക്കുന്ന കമ്മിങ് ഓഫ് ഏജ് നരേറ്റീവിലാകും സിനിമ എത്തുക. കുറച്ചുകൂടി സൂപ്പർ നാച്ചുറൽ മിത്തോളജിയും കൂടുതൽ മ്യൂട്ടൻസിനെ ഉൾപ്പെടുത്താനും റയാൻ കൂഗ്ലർ ആഗ്രഹം പ്രകടിപ്പിച്ചതായും വാർത്തകളുണ്ട്. അതേസമയം ഡോക്ടർ സ്ട്രേഞ്ച് 3യും മാർവലിൻ്റെ പ്ലാനിലുണ്ടെങ്കിലും സിനിമ ദീർഘകാലത്തേക്ക് ഉണ്ടായേക്കില്ലെന്ന് പെരസ് കൂട്ടിച്ചേർക്കുന്നു. ഷാങ്-ചി 2 ലിസ്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയാണ്. ഡാനിയൽ ക്രച്ചൺ തിരിച്ചെത്തുമെന്നും സിനിമയ്ക്ക് 2ാം ഭാഗം ഉണ്ടാകുമെന്നും നേരത്തെ തന്നെ മാർവൽ പറഞ്ഞതാണ്. ഫേസ് 6ന് ശേഷം സിനിമ എന്തായാലും എത്തും. അത് സംവിധായകനും ഉറപ്പിച്ചിട്ടുണ്ട്. തണ്ടർ ബോൾട്സിനും സീക്വൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായതാണ്. ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലും ന്യൂ അവഞ്ചേഴ്സ് എന്ന് വിളിക്കുന്ന ആ ടീമിന് ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട്. എക്സ്മെൻ റീബൂട്ടാകും ഒരുപക്ഷെ ഇനി വലിയ ഹൈപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. തണ്ടർ ബോൾട്സ് ഒരുക്കിയ ജേക്ക് ഷ്രയർ ആണ് പുതിയ എക്സ്മെൻ സിനിമയുടെയും സംവിധായകൻ. മുൻപെത്തിയ എക്സ്മെൻ സിനിമകളിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിരിക്കും വരാനിരിക്കുന്ന സിനിമ. യൂത്ത് ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് സീക്രട്ട് വാർസിലൂടെ തുടക്കം കുറിക്കുമെന്നും ഡൂംസ്ഡേയിലൂടെ ഹ്യൂ ജാക്മാൻ്റെ അടക്കമുള്ള എക്സ്മെൻ കഥാപാത്രങ്ങൾക്ക് ക്ലോഷർ ലഭിക്കുമെന്നുമാണ് റൂമറുകൾ. ബ്രാൻഡ് ന്യൂ ഡേയിൽ സാഡി സിങ്ക്, ജീൻ ഗ്രേ എത്തുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ MCUവിലെത്തുന്ന ഫസ്റ്റ് യങ് എക്സ്മെൻ ക്യാരക്ടർ ആകുമത്. മഹർഷല അലി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബ്ലേഡ്, മിഡ് നൈറ്റ് സൺസ് തുടങ്ങിയവയും മാർവലിൻ്റെ പ്ലാനിലുണ്ട്. ഇവയ്ക്കെല്ലാം ശേഷം പുതിയൊരു അവഞ്ചേഴ്സ് മൂവിയും ഉണ്ടായേക്കും. ആ പുതിയ സിനിമയുടെയും സംവിധാനം റൂസോ ബ്രദേഴ്സ് ആയിരിക്കുമെന്നാണ് പെരസ് നൽകുന്ന സൂചന. ഫേസ് 7 തൊട്ട് വരുന്നത് എക്സ്മെൻ ക്യാരക്ടറുകളെ ഫോക്കസ് ചെയ്ത് മ്യൂട്ടൻസ് ആകെ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ സീക്രട്ട് വാർസ് 2 പാർട്ടായി ഇറക്കിയേക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സീക്രട്ട് വാർസിൽ ഒരു സൂപ്പർ ഹീറോ സിനിമയിലെ ഏറ്റവും വലിയ കാസ്റ്റിനെയാകും കാണാനാവുകയെന്നും മാർവൽ ആ ക്യാരക്ടറുകൾക്ക് ട്രിബ്യൂട്ട് നൽകുന്നതായും റൂമറുകളുണ്ട്. ഫാൻ തിയറികളും വമ്പൻ ഹൈപ്പും നിറഞ്ഞ ഫേസ് ആയിരുന്നു എൻഡ് ഗെയിം വരെ മാർവലിനെ. അതിനുശേഷം കണ്ടത് അത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ബിഗ്ഗസ്റ്റ് ഡൗൺഫോൾ ആയിരുന്നു. സ്പൈഡർമാൻ മാറ്റി നിർത്തിയാൽ മാർവലിൻ്റെ ലെഗസിയോട് കിടപിടിക്കുന്ന ഹിറ്റുകളൊന്നും ഒരിടയ്ക്ക് വന്നില്ല. തോർ ലവ് ആൻഡ് തണ്ടർ, ആൻഡ്മാൻ, ക്യാപ്റ്റൻ അമേരിക്ക, ബ്രേവ് ന്യൂ വേൾഡ്, ദ മാർവൽ തുടങ്ങിയ സിനിമകളെല്ലാം പ്രതീക്ഷകളെ ഇല്ലാതാക്കി. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ, തണ്ടർ ബോൾട്സ്, ഫാന്റാസ്റ്റിക് ഫോർ തുടങ്ങിയ സിനിമകൾ വീണ്ടും മാർവൽ ഫാൻസിന് നൽകിയ ഹോപ്പ് വലുതാണ്. ബ്രാൻഡ് ന്യൂ ഡേയും വരാനിരിക്കുന്ന അവഞ്ചേഴ്സ് സിനിമകളും ആ പ്രതീക്ഷയോട് നീതി പുലർത്തട്ടെ. ഫേസ് 6ന് ശേഷമുള്ള സിനിമകൾക്കായും കാത്തിരിക്കാം.